ഓക്കെ. ഞാനിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ്. നമുക്കൊരു 3 ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഒരു വെബ് ആപ്ലിക്കേഷൻ, ദെൻ അഡ്മിൻ കൺട്രോൾ പാനൽ, കസ്റ്റമറുടെ വെബ് ആപ്ലിക്കേഷൻ ഇത് കാണാവുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരു വെബ് കൺട്രോൾ പാനൽ ഉണ്ട്, അഡ്മിൻ്റെ വെബ് കൺട്രോൾ പാനൽ. ഇവിടെ നമുക്ക് എല്ലാ ആക്സസും കിട്ടും. പിന്നെ ഒരു സെയിൽസ് ആൻഡ് ഡെലിവറി പേഴ്സൺ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ കസ്റ്റമർ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു മൊബൈൽ കോമ്പാറ്റബിൾ വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി ഐറ്റത്തിന് നമുക്ക് പല രീതിയിൽ ന്യൂ അറൈവൽസിൽ, ഹോട്ട് ഡീൽ, പ്രൊമോഷൻ, അതുപോലെ തന്നെ ബ്ലോഗ് ഇതൊക്കെയും സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഗസ്റ്റ് ലോഗിനായിട്ട് തന്നെ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് കാർട്ട് വെക്കുക. ഈ കാർട്ടിൽ ആഡ് ചെയ്ത ഐറ്റം ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഓർഡർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്ത ഓർഡർ നമുക്ക് കസ്റ്റമേഴ്സിന് അവരുടേതായ ഒരു ഡെസ്ക്ടോപ്പിൽ അവരുടേതായ ഒരു ഡാഷ്ബോർഡിൽ അവർക്ക് ഓർഡേഴ്സ് റിവ്യൂ ചെയ്യാൻ അതിൻ്റെ സ്റ്റാറ്റസ് റിവ്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണ പോലെ അഡ്വാൻസ് സെർച്ച് കൊടുക്കുന്നുണ്ട്, ആഡ് ടു വിഷ് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതാണ് കസ്റ്റമറുടെ മൊബൈൽ ആപ്പിൽ നമ്മൾ വെബ് ആപ്ലിക്കേഷന് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർ വെബ്സൈറ്റ്. ഇതാണ് അതിൻ്റെ ഫുൾ ഫംഗ്ഷനാലിറ്റി. ഞാൻ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് അത് വരണേ എന്നുള്ളത്. ഇതാണ് കസ്റ്റമറുടെ ആപ്ലിക്കേഷൻ. ഞാൻ ജസ്റ്റ് ഹോം പേജിലേക്ക് വരുന്നു. ഇതാണ് ശരിക്കും ഹോം പേജ് വരുന്ന അവർ ലോഗിൻ ചെയ്ത് വരുന്ന ആപ്ലിക്കേഷൻ. ഇത് നമ്മുടെ ഒരു സ്വന്തം ഡൊമൈൻ ആയിരിക്കും. ഞാനിപ്പോൾ സബ് ഡൊമൈൻ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും അത്. യൂസർ ഫ്രണ്ട്ലിനെസ്സിനായിട്ടുള്ള നെയിം വെച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ ബാക്ക് എൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാറ്റഗറിയാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ CB മാഷിൻ്റെ കേസിൽ ഇവിടെ ഫിഷ്, അതുപോലെ തന്നെ ബീഫ് അങ്ങനെ, അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസ്, അതുപോലെ തന്നെ ഗ്രോസറി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ അതേ പേര് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ട ഏറ്റവും ക്രൂഷ്യൽ കാറ്റഗറി നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ ന്യൂ അറൈവൽസ് ഐറ്റം നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ഹോട്ട് ഡീൽസ് ഉണ്ട്, ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. പിന്നെ ഇവിടെ പ്രൊമോഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റംസ്, ഇത്ര റേറ്റിൽ ഇത്ര നമുക്ക് പെർസെൻറ്റേജിൽ കുറവുണ്ട് എന്ന് പറഞ്ഞ ഐറ്റംസ് ഇവിടെ മെൻഷൻ ചെയ്യാം. ദെൻ നമുക്ക് ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ പ്രൊവിഷൻ ഉണ്ട്. ഇതാണ് വെബ്സൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റം വരും, അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റംസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സെർച്ചിങ് ഓട്ടോ പോപ്പുലേറ്റർ ആണ് ഡൈനാമിക്കലി. അപ്പോൾ തന്നെ ഡാറ്റാബേസിൻ്റെ അടുത്ത് കൊണ്ടുപോകും, ഭയങ്കര ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇനി ഞാനൊരു ഐറ്റം ജസ്റ്റ് ആഡ് ചെയ്ത് എങ്ങനെയാണ് അത് ഡെലിവറി ചെയ്യണേ എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. എങ്ങനെയാണ് ഒരു ഡെലിവറി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണേ അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇതിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസ് വരുന്നത് നിലവിൽ. അപ്പം ഞാൻ എങ്ങനെ ജസ്റ്റ് ബ്യൂട്ടി ഐറ്റം ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ബ്യൂട്ടി ഐറ്റം ക്ലിക്ക് ചെയ്തു. കണ്ടോ, ബ്യൂട്ടി ഐറ്റത്തിൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ജസ്റ്റ് ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്തു. ഞാൻ ആഡ് ടു കാർട്ട് കൊടുത്തു. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഈ യൂസർ ഓൾറെഡി ലോഗിൻ ആണ്, തോംസണായിട്ട് ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ആളോട് ലോഗിൻ ചെയ്ത് സൈനപ്പ് ചെയ്യാൻ പറയും. ഇപ്പോൾ തോംസൺ എന്ന് പറഞ്ഞൊരു യൂസറായിട്ട് ഞാൻ ഓൾറെഡി ലോഗിൻഡാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഓൾറെഡി നേരത്തെ കൊടുത്ത അഡ്രസ്സ് ഇവിടെ വരും. പക്ഷേ ഇവിടെ ഈ അഡ്രസ്സ് എന്ന് പറയുന്ന ലോജിക്കിൽ നമ്മുടെ യൂസർ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ വെബ് ആപ്ലിക്കേഷനിൽ നിന്ന് അസൈൻ ചെയ്യുമ്പോൾ, നമ്മൾ ഡെലിവറി പേഴ്സൺ അസൈൻ ചെയ്യുമ്പോൾ ഡെലിവറി പേഴ്സൺ വൺസ് ആൾ ലൊക്കേഷൻ, ജിയോ ലൊക്കേഷൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ കസ്റ്റമർ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നാളെ ഒരിക്കലും നമ്മുടെ ആപ്ലിക്കേഷൻ ഈ കസ്റ്റമറുടെ ലൊക്കേഷനും കാര്യങ്ങൾ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഒരു ഡെലിവറി ചെയ്യുമ്പോൾ. ഇവർ തന്നിക്കുന്ന അഡ്രസ്സ് ഒന്നുകൂടി അവിടെ ചെന്ന് ജിയോ ഫെൻസ് ചെയ്തിട്ട് ജിയോ ലൊക്കേഷനായിട്ട് ഒന്നുകൂടി എടുത്താൽ മതി, സാറ്റലൈറ്റ് പിച്ച് ഇത് വെച്ചിട്ട്. ഓക്കെ, ഡെലിവർ ടു ദിസ് അഡ്രസ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം വന്ന് ആളത് എഗ്രി ചെയ്യുന്നു, ഐറ്റംസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ജസ്റ്റ് ഓർഡറിൻ്റെ സമ്മറിയാണ് ഇവിടെ വരുന്നത്, ഡീറ്റെയിൽ. ഇനിയിപ്പോൾ ആൾ ക്രിയേറ്റ് ചെയ്ത ഓർഡർ കാര്യങ്ങൾ നമുക്ക് ഇവിടെ യുവർ ഓർഡേഴ്സിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്ത ലിപ്സ്റ്റിക്കിൻ്റെ ഐറ്റം വന്നിട്ടുണ്ട്. ആൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അത് പ്രോസസ്സ് ചെയ്യണേക്കാൾ മുമ്പ് വരെ ഇത് ക്യാൻസൽ ചെയ്യാം. പ്രോസസ്സ് ചെയ്താൽ നടക്കില്ല. കണ്ടോ, ഇവിടെ അത് പ്രോസസ്സ് ചെയ്തതാണ്. ശരിക്കും ഡെലിവറി ചെയ്തിട്ടില്ല, പ്രോസസ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അഡ്മിൻ അത് ഓൾറെഡി പ്രോസസ്സ് ചെയ്തതാണ് ഈ പെർഫ്യൂം. ഇവിടെ അത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ആഡ് ടു വിഷ് ലിസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഐറ്റം ഇല്ലെങ്കിൽ നമുക്കത് വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ള പ്രൊവിഷനൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വ്യൂ ഓർഡേഴ്സിൽ ഇവിടെ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അപ്പോൾ ഇതാണ് കസ്റ്റമറുടെ ആപ്ലിക്കേഷൻ. കസ്റ്റമറുടെ വെബ് ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനിയാണ് അഡ്മിൻ്റെ ആപ്ലിക്കേഷനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അഡ്മിൻ്റെ ആപ്ലിക്കേഷനിൽ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്ത ഓർഡേഴ്സ് മുഴുവനും കാണാനും ആ ക്രിയേറ്റ് ചെയ്ത ഓർഡർ ഡെലിവറി പേഴ്സണോ അതിലേക്ക് സെയിൽ ചെയ്ത ആൾക്കോ അസൈൻ ചെയ്യാനും, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനും, പ്രിൻറ്റ് ചെയ്തിട്ട് ആ ഇൻവോയ്സ് അവിടെ നിന്ന് തന്നെ വെബ് ആപ്ലിക്കേഷനിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് അത് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഇവിടെ തന്നെ ഇത് കംപ്ലീറ്റ് ഒരു പാക്കേജാണ്. ഇതിൽ മേജർലി
നമുക്ക് ഇൻവെൻട്രി മൊത്തം മാനേജ് ചെയ്യാം, പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഇവിടെ മാനേജ് ചെയ്യാൻ കാറ്റഗറി, വിഷ് ലിസ്റ്റ്, ഇതെല്ലാം പ്രൊവിഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ പർച്ചേസ്, കസ്റ്റമർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ യൂസർ വിത്ത് യൂസർ ആക്സസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് റോളും യൂസർ ആക്സസും ഓരോ ലൊക്കേഷനും വെയർ ഹൗസും കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ വെയർ ഹൗസ് കംപ്ലീറ്റ് മാനേജ്മെൻറ്റ്. വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിൽ സീരീസ്, ടൈം, വെയർ ഹൗസിൻ്റെ സെറ്റിങ്സ്, ഇതെല്ലാം ഇതിനകത്ത് കവേർഡ് ആണ്. പിന്നെ വരുന്നത് അക്കൗണ്ട്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാഷ് കളക്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സലായിട്ട് അക്കൗണ്ട്സ് മോഡലിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതിൽ നിന്ന് തന്നെ. പിന്നെ റിപ്പോർട്ട്സ് ആണ്, നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ റിപ്പോർട്ട്സും ഇതിൽ നിന്ന് കവർ ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു മൊഡ്യൂളാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഞാനിത് ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊരു അഡ്മിൻ കൺട്രോൾ പാനൽ യൂസർ നെയിം പാസ്വേഡും നമ്മൾ ഉണ്ട്. ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഡയറക്റ്റ് ഫുൾ ഡീറ്റെയിൽ പറയുന്നതിന് വരാം, അത് ഞാൻ പാരലി പറയാം. ഇതിൻ്റെ ജസ്റ്റ് എക്സാക്റ്റ് നമുക്ക് വേണ്ട പിക്ചർ ക്രിയേറ്റ് ചെയ്യാം, ഓർഡർ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഡെലിവറി ചെയ്ത് അതിൻ്റെ ക്യാഷ് കളക്ഷൻ, ആ ഒരു പ്രോസസ്സ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഓർഡർ കണ്ടോ, സെയിൽസിൽ ഓർഡേഴ്സ് ആൻഡ് ഇൻവോയ്സിൽ വന്നിട്ടുണ്ട്. കണ്ടോ, തോമസൻ ചെയ്ത ആ ഒരു ഐറ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇതിൽ ആൾ ക്രിയേറ്റ് ചെയ്ത ഓർഡറിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് കളക്ഷൻ അത് അസൈൻ ചെയ്യാണ്. ലാസ്റ്റ് അസൈൻ ചെയ്ത് ഈ യൂസർക്ക് തന്നെ ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി കുക്ക് ചെയ്യുന്നിടത്ത് വന്നിട്ടുണ്ട്. വാൻ ഏതാന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം, അസൈൻ ചെയ്യാം. അസൈൻ ആൻഡ് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ വരുന്നുണ്ട്. കണ്ടോ, ഇനി ഇതെടുത്തിട്ട് നേരെ പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്ററിൽ ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ഇത് പ്രോസസ്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കണ്ടോ, നേരെ പേപ്പർ ഇവിടെ പ്രിൻറ്റ് കറക്റ്റ് ആണെങ്കിൽ നേരെ പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ PDF ആയിട്ടും സേവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ആക്ടിവിറ്റി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സെയിൽസ് ആൻഡ് ഓർഡേഴ്സിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടോ പ്രോസസ്സഡ് സ്റ്റേജിലേക്ക് മാറി. ആ ഓർഡർ എടുത്തിട്ട് പ്രോസസ്സഡ് ആയി. കണ്ടോ, ഇനി അടുത്തത് മൊബൈൽ ആപ്പാണ്. മൊബൈൽ ആപ്പിൽ എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ് നോക്കിക്കോളൂ. അതിൻ്റെ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാണ്. മൊബൈൽ ആപ്പ് എടുത്തിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഡെലിവറി പേഴ്സൺ അസൈൻ ചെയ്ത ഓർഡർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതിൻ്റെ മൊബൈൽ ആപ്പാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, എൻ്റെ സ്ക്രീൻ വരുന്നുണ്ട്. കണ്ടോ, ഇതിനകത്ത് കണ്ടോ, ഇതിൽ ഡെലിവറി ആപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ ഡെലിവറിയുടെ ആപ്പ് ഞാൻ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ട് വീണ്ടും ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നില്ല. കണ്ടോ, ഇതിനകത്ത് കണ്ടോ അസൈൻ ഡെലിവറി എന്ന് പറഞ്ഞ ബട്ടൺ, ആ വാൻ ടിക്കറ്റ് ഗ്രീൻ ടിക്കറ്റ് ആ ബട്ടനാണ്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഓർഡർ ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ, അതാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, പക്ഷേ ഇവിടെ നമുക്ക് ലൊക്കേഷനും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ നിൽക്കുന്ന കറണ്ട് പൊസിഷനിൽ നിന്ന് എവിടെയാണ് ആ സ്പോട്ട് എന്നുള്ളത്, ആ കസ്റ്റമറുടെ ലൊക്കേഷൻ എന്ന് പറയുന്നതും അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതും ഒരു ഫീച്ചറാണ് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എൻ്റെ ഈ ലൊക്കേഷൻ, ഈ കസ്റ്റമറുടെ ലൊക്കേഷൻ ഇവിടെയാണ്, ആ റെഡാണ് തോംസൻ്റെ ലൊക്കേഷൻ. ഞാൻ കറണ്ട് പൊസിഷനിൽ നിന്ന് ഇവിടെയാണ് കസ്റ്റമറുടെ ലൊക്കേഷൻ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് വ്യൂ ആക്സസ് എടുത്തു കഴിഞ്ഞാൽ നേരെ അവിടേക്ക് ആ കസ്റ്റമറുടെ ഡീറ്റെയിലേക്ക് പോകാനുള്ള പ്രൊവിഷനുണ്ട്. അത് മാപ്പ് നാവിഗേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും അവിടെ ഉണ്ട്. ഞാൻ ഈ ഓർഡർ എടുത്തു, ഓർഡറിൻ്റെ ഡീറ്റെയിലേക്ക് വന്നു. എന്താണ് അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് സ്റ്റാറ്റസ് ആണ്. അത് കൊണ്ടുപോയി ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അവിടെ ചെന്നു അത് ഡെലിവറി ചെയ്തു. ഞാൻ ഓർഡർ അപ്ഡേറ്റ് ചെയ്തു. അടുത്ത കേസ് എന്ന് പറയുന്നത് ക്യാഷ് കളക്ഷനാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ബാലൻസ് പ്രീവിയസ് ബില്ലിൻ്റെ എമൗണ്ട് കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ എമൗണ്ടും ഞാൻ കളക്ട് ചെയ്യുകയാണ്. ഞാൻ പക്ഷേ ഫുൾ എമൗണ്ട് മേടിക്കുന്നില്ല, ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ മേടിക്കുന്നുള്ളൂ. ഈ ഇൻവോയ്സിൻ്റെ മാത്രമേ ഞാൻ എമൗണ്ട് മേടിക്കുന്നുള്ളൂ. അപ്പോൾ 209 രൂപ മാത്രമേ മേടിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നൊരു പ്രോസസ്സ്, സെയിൽസ് പേഴ്സൻ്റെ ഒരു പ്രോസസ്സ്. പാരലി എനിക്ക് ഈ കസ്റ്റമറുടെ ഡീറ്റെയിൽ കുറേയും ഇതിനകത്ത് ഫങ്ഷണാലിറ്റീസ് വരുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ കസ്റ്റമർക്ക് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും ഈ തോംസൺ എന്ന് പറഞ്ഞ കസ്റ്റമർക്ക് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഓർഡർ വേണമെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം ഇതിൽ നിന്ന് തന്നെ. കണ്ടോ, ഇതും എനിക്ക് ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓർഡർ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പ്രൊവിഷനും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് കസ്റ്റമറുടെ സെയിൽസ് പേഴ്സൻ്റെ അല്ലെങ്കിൽ ഡെലിവറി പേഴ്സൻ്റെ ആപ്ലിക്കേഷൻ. സെയിൽസ് പേഴ്സണും ഡെലിവറിക്കും സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിനകത്ത് കുറേ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ഫങ്ഷണാലിറ്റി വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം ആവശ്യമുള്ള ഫങ്ഷണാലിറ്റീസ് ആണ്. അപ്പോൾ ഇതാണ് സെയിൽസ് പേഴ്സൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഇതൊന്ന് ചെയ്യുന്നു, സ്ക്രീൻ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കയറാം. നമുക്ക് വെബ് ആപ്ലിക്കേഷനിലേക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഞാൻ ലാസ്റ്റ് എടുത്ത ആ ഓർഡർ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയാം. ഞാൻ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യണു. പെട്ടെന്ന് പോയി. ഓക്കെ,
ഓക്കെ, പേജ് റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ സ്റ്റാറ്റസ് ഡെലിവേർഡ് ആണ്. ആൾ എത്ര രൂപ മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എമൗണ്ട് എത്രയാണെന്നുള്ളത് അത് ജസ്റ്റ് ഇവിടെ ബാലൻസ് ഒന്നുമില്ല. ആ ഒരു ഓർഡറിന് അഗേൻസ്റ്റ് ആയിട്ട് ആൾ ഫുൾ എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് ഞാൻ 251 രൂപ മേടിച്ചിട്ടുള്ളൂ, അതിവിടെ കറക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ വരുന്നത്. അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട്സിൽ ഫുൾ റിപ്പോർട്ട്സ് നമുക്ക് ഇവിടെ നമുക്ക് സെയിൽസ് റിപ്പോർട്ട് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം ആൾ ക്രിയേറ്റ് ചെയ്ത ഓർഡേഴ്സ് ഫുൾ ഡീറ്റെയിൽ ഇവിടെ കാണിക്കുക. ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓർഡർ എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എത്രയാണ് എമൗണ്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് ആ ഓർഡേഴ്സിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡേറ്റുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നമുക്ക് കാണാം. ഇത്തരം ഓർഡേഴ്സ് വരുന്നുണ്ട്. അത് നമുക്ക് എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. നമുക്ക് എക്സലായിട്ട് അതിനകത്ത് സേവ് ചെയ്യാം. അതുപോലെ അതിനകത്ത് ടാക്സ് റിപ്പോർട്ടാണെങ്കിൽ അതിൻ്റെ ടാക്സിൻ്റെ സ്പ്ലിറ്റപ്പും കാര്യങ്ങളും ഇതിനകത്ത് കറക്റ്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ഈ വെബ് ആപ്ലിക്കേഷൻ. ദെൻ ഈ വെബ് ആപ്ലിക്കേഷൻ്റെ ഫുൾ ആക്ടിവിറ്റി ഉണ്ട്. പർച്ചേസ് വരുന്നുണ്ട്, നമുക്ക് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, കംപ്ലീറ്റ് ഇൻവെൻട്രീസ് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ ഐറ്റം മാസ്റ്ററൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഐറ്റം ഇമേജ് വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി വെയർ ഹൗസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഹോട്ട് ഡീല് അങ്ങനത്തെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഐറ്റം അതെല്ലാം നമ്മളൊരു ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റം ഇവിടെ മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ന്യൂ അറൈവൽസിലോ ഹോട്ട് ഡീലിലോ പ്രൊമോഷനിലോ ഇവിടെ ടിക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരും. അപ്പോൾ നമ്മളൊരു 100 ഐറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 ഐറ്റം മാത്രം മതി. അവന് ടിക്കറ്റ് കൊടുത്താൽ ആ ഐറ്റം മാത്രമേ അവിടെ ഹോം പേജിൽ വരുള്ളൂ. അതിനെ ബേസ് ചെയ്താണ് ഇവിടെ സിസ്റ്റം മൊത്തം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു കംപ്ലീറ്റ് പാക്കേജ്. പിന്നെ ഇതിനകത്ത് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് റൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മാനേജ് ചെയ്യാം. സെറ്റിങ്സ് പേജിൽ നിന്നെല്ലാം മാനേജ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ യൂസേഴ്സാണ്. യൂസേഴ്സിന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇവിടെ പല ടൈപ്പ് ഓഫ് യൂസേഴ്സ് ആൻഡ് അഡ്മിൻ ഉണ്ട്. സെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് മാനേജ് ചെയ്യാം. അതുപോലെ ട്രാക്ക് യൂസർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഡിസേബിൾ ചെയ്തിട്ടേക്കാണ്. ട്രാക്ക് യൂസർ ഞാൻ ഈ ഒരു സിസ്റ്റത്തിൽ ഗൂഗിൾ മാപ്പിൻ്റെ ഇത് ഡിസേബിൾഡ് ആണ്. നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ട്രാക്ക് യൂസർ എന്ന് പറഞ്ഞാൽ അവർ പോകുന്ന ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമുക്ക് വ്യൂ ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. ഇതാണ് കംപ്ലീറ്റ് ഒരു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.